BR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷുവിന് താരമാണ് കണിക്കൊന്ന. എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ മലയാളികൾക്ക് കണിക്കൊന്നല്ലെങ്കിൽ കണി പൂർത്തിയാവില്ല. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ പുറകിൽ എന്താണെങ്കിലും ഒരു രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ. അതെന്താണെന്ന് പറയാം. ത്രേയ യുഗത്തിൽ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോയപ്പോൾ യാത്രാമധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഒളിയമ്പ ചെയ്ത് കൊന്നത് ഒരു മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നാണെന്ന് കേട്ടിട്ടില്ലേ? അത് കൊന്ന മരമായിരുന്നു അത്രേ. അന്നു മുതൽ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി. അത് പിന്നീട് കൊന്ന മരമായി മാറി. പാവം ആ വൃക്ഷത്തിന് സങ്കടമായി. ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ. അത് ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു. ഭഗവാൻ പ്രത്യക്ഷനായി. ഭഗവാനെ, എൻ്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ബാലിയെ വധിച്ചത് അങ്ങല്ലേ, എന്നാൽ കൊന്നമരം എന്ന് എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. എനിക്ക് ഈ പഴി താങ്ങാൻ വയ്യ. അങ്ങ് തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തണം. ഭഗവാൻ പറഞ്ഞു, പൂർവജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു. പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം. ഈ നാമം നിന്നെ വിട്ടു പോകില്ല. എന്നാൽ എന്നോടുകൂടി സംഗമമുണ്ടതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും. സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക. ഭഗവാന്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു. കലികാലം ആരംഭിച്ചു. പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തന്മാർക്കും ലഭിച്ചു. കുറൂരമ്മയ്ക്കും വില്യമംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണൻ ലീലയാടി. കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു. ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും. തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും. ആ കുഞ്ഞ് അതേപ്പറ്റി പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു. അന്ന് ആ മാലയും ഇട്ടുകൊണ്ടാണ് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയത്. കണ്ണൻ്റെ മാല കണ്ടപ്പോൾ ആ ബാലന് അതൊന്ന് അണിയാൻ മോഹം തോന്നി. കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി. വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി. ആ സമയം കുഞ്ഞിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോഴും ആ ഉണ്ണി ഇത് കണ്ണൻ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു. ആരും അത് വിശ്വസിച്ചില്ല. കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് കരുതി അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങി. പേടിച്ച കുഞ്ഞ് തൻ്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത്, കണ്ണാ, നീ എൻ്റെ ചങ്ങാതിയല്ല, ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറയുമായിരുന്നു. നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട, ഈ മാലയും എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ മരം മുഴുവനും സ്വർണ്ണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു. ആ സമയത്ത് ശ്രീകോവിൽ നിന്ന് അശരീരി കേട്ടു. ഇത് എൻ്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ്. ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. മാത്രമല്ല, ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല. അന്ന് മുതലാണത്രേ കൊന്ന
പൂത്തു തുടങ്ങിയത്. അങ്ങനെ കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. അപ്പൊ ഇത്രയും കഥകളുണ്ടല്ലോ സീന പറയില്ല. ഒരുപാട് കഥകളുണ്ട്. അതായത് കണിക്കൊന്നയെ കുറിച്ചിട്ടുള്ള ചരിത്രം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണിക്കൊന്ന എങ്ങനെ ഉണ്ടായതെന്നും അതിൻ്റെ രീതികൾ എന്താ, ഐതിഹ്യം എന്താണെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് വീഡിയോയിൽ. അടിപൊളിയായിരുന്നു. കണിക്കൊന്ന എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വർണം പോലെയല്ലേ ഇതിന്റെ കളറ്, സ്വർണത്തിന്റെ കളറല്ലേ കണിക്കൊന്നയ്ക്ക്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. വിഷുവിന്റെ അന്ന് കിട്ടുക ചെയ്യും, പക്ഷെ ഇത് എത്ര ചൂട് വന്നാലും എത്ര കാറ്റ് വന്നാലും ഇത് അങ്ങനെ പൊഴിഞ്ഞു പോവില്ല. അങ്ങനെ ഇതല്ലേ ഇതിന്റെ അടിയിൽ ശ്രദ്ധിച്ചാലും കാണാം, അധികം മറ്റേ പൊഴിഞ്ഞ് അധികം വീണാലും വീണ്ടും അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ചൂട് കാലത്താണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് മാത്രം. വിഷുവിന് വേണ്ടി കണി കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണത്. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.